നമസ്കാരം. ഞാൻ വീട്ടിൽ നിങ്ങളുടെ മുമ്പ് ചെറിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നാട്ടിലാണുള്ളത്. നാട്ടിൽ എൻ്റെ കുടുംബ വീട്ടിൽ തറവാട്ടിലാണുള്ളത്. അവിടെ ഞാൻ ചെറിയൊരു മെയിൻ്റനൻസ് പണി ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു 3-4 ദിവസം കൊണ്ട് മെയിൻ്റനൻസ് പണി നടക്കുവാണ്. ഇന്ന് ഞാൻ ചെറിയൊരു പാർട്ടീഷൻ, വീട് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ ചെറിയ കിച്ചൺ ഉണ്ടാക്കുവാണ്. ചെറിയ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഒരു ഷെഡ് ഞാൻ ഇറക്കാമെന്ന് തീരുമാനിച്ച്, അങ്ങനെ ആ ഷെഡ് ഉണ്ടാക്കുന്ന ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. അത് ഇപ്പം തന്നെ ഞാൻ പരിചയപ്പെടുത്താൽ മതി. അതിനിടയ്ക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ട് എനിക്ക് വാച്ചിങ് അവർ കുറവാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. അങ്ങനെ ഇവരാണ് എൻ്റെ പണിക്കാർ. ജയകുമാർ എന്നാണ് പേര്. നമ്മുടെ അടുത്ത വീടും നമ്മളെ ബന്ധുക്കാരൻ കൂടിയാണ്. ജയകുമാരെ, എന്തുകൊണ്ട്, എങ്ങനെയുണ്ട് പണിയൊക്കെ? ഇപ്പം എവിടെയാണ് പണി നടക്കുന്നത്? ആ, ഇത് നമ്മുടെ ഒരു ചെറിയ പണിക്ക് വേണ്ടി പുള്ളിയെ വിളിച്ചതാണ്. പുള്ളി വിളിച്ചപ്പോൾ തന്നെ വന്ന്. ഭയങ്കര മഴയാണ്. ഇപ്പം മഴ ഇച്ചിരി കുറവുണ്ട്. ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. എങ്കിൽ തന്നെ അവരിന്ന് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിത് ചെയ്തിട്ട് വേണം തിരിച്ച് കണ്ണൂരോട്ട് പോകാൻ. അതിൻ്റെ ഒരു പുള്ളി വന്ന് അർജൻറ്റായിട്ട് എനിക്ക് ചെയ്തു തരികയാണ്. ഇതിന്നെ വേറൊരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി ഇന്ന് രാവിലെ വന്ന് 10 മണി വരെ മഴയായിരുന്നു. അതിന് ശേഷം വന്ന് എൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി പുള്ളി, അല്ലേ? പിന്നെ ഷീറ്റ് ഇട്ട് തീർത്ത് തരാമെന്നാണ് പറഞ്ഞ്. ഇനി ഇത് ചുറ്റും ഒരു 1.5 മീറ്റർ ഉള്ള ഇവിടുന്ന് ഹൈറ്റ് കട്ട കെട്ടിയിട്ട് അതിന് നമ്മൾ ഗ്രില്ലിടാം. ഗ്രില്ലൊക്കെ പുറകാലം ഇടുന്നതായിരിക്കും. ഇദ്ദേഹമാണ് ഒരു പാർട്ടി. ഇദ്ദേഹം നമ്മുടെ വീടിൻ്റെ അടുത്താണ്. ഇവരെയൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവരെ നിങ്ങൾക്ക് എന്നെ അറിയാവോ? എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചപ്പോൾ നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ആളാണ്. എന്താണ് പേരെന്താണ്? പുള്ളിയുടെ പേര് കണ്ണൻ എന്നാണ്. പുള്ളി 2 പേരും കൂടാണ് ഇത് പണിയുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് പണി തീർത്ത് തരുന്നതായിരിക്കും. ചെറിയ പണിയല്ലേ, അവർക്കതൊക്കെ ഈസിയാണ്. പിന്നെ ഞാൻ നമ്മുടെ തറവാട് കാണിക്കാം ഫ്രണ്ട് നിന്നുകൊണ്ട്. കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇതാണ് 3 വർഷം കൊണ്ട് കായ്ച്ച തെങ്ങ്. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തില്ലേ, എനിക്ക് 40K വ്യൂവേഴ്സ് കിട്ടി. ആ വീഡിയോ ചെയ്ത ആളിന് ആ പുല്ലിയെത്താൻ വന്നാലിന് കുറേ പണി കിട്ടി. പുള്ളി ഭയങ്കര ബിസിയായിരുന്നു. ഇതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം തേങ്ങ തീരെ കുറവാണ്. എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ സമയത്ത് റംബൂട്ടാൻ ശരിക്കും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. റംബൂട്ടാൻ കണ്ടോ, ഇപ്പോൾ സീസണല്ല എങ്കിൽ പോലും കൊല കുത്തി റംബൂട്ടാൻ നിൽക്കുകയാണ്. കണ്ടോ, റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്, കൊല കുത്തി പിടിച്ചിട്ടുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് പ്രയോജനമില്ല. ഇതാണ് പിന്നെ മഴയായത് പ്രയോജനമില്ല. പിന്നെ ഇതാണ് എൻ്റെ തറവാട് വീട്. ഇത് 40 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. ഞാനിവിടെ ജനിച്ചു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തറവാടാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ ഞാൻ ജനിച്ചു വളർന്ന ഒരു വീടാണ് ഈ വീട്. ഇതിനെ എനിക്ക് എൻ്റെ വലിയ വീടിനെക്കാട്ടിലും എനിക്കിഷ്ടവും സന്തോഷവും സമാധാനവും ഈ വീട്ടിലാണ് എനിക്ക് തരുന്നത്. എനിക്കതുകൊണ്ട് ഈ വീട് വിട്ട് പോകാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് പണി കാരണം ഞാനിവിടെ താമസിക്കുന്നുണ്ട്, വന്ന് കിടക്കുന്നുണ്ട്. ഇവരെല്ലാം രാവിലെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണല്ല ഇവിടെ വന്ന് കിടന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഓർക്കുന്നത്. രാത്രി ഞാൻ അങ്ങനെ ഉറങ്ങുന്നില്ല. എന്തൊക്കെയോ സ്വപ്നം കണ്ടും സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിവിടെ ഒരു സന്തോഷം സമാധാനം കിട്ടുന്നൊരിടമാണ്. ഇതാണ് നമ്മുടെ റബ്ബർ. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാനില്ലാത്തതിൻ്റെ പേര് എല്ലാം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് റബ്ബറൊന്നും വെട്ടി തുടങ്ങിയില്ല. ഇപ്പോൾ റബ്ബറിന് നല്ല വിലയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഞാൻ ഓരോ തൈകൾ പിടിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് തൈയെല്ലാം പിടിപ്പിച്ച്. 2-3 തെങ്ങ് വേറെ അത് വളർന്നത് സ്വല്പം അടുത്ത് പോയി തെങ്ങ്. അതിന് മണ്ട മരടിച്ച് പോയി. ഞാൻ മരുന്ന് മേടിച്ച് വെച്ചിരിക്കുന്നു. മഴയായതുകൊണ്ടാണ് ഞാൻ അടിക്കാത്തത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം വെച്ചൊരു മാവാണിത്. അത് ഇവിടെ ചൂടലായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചില്ല. ഞാൻ ആ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഞാനവിടെ വന്നപ്പോൾ മരം ഒരുവിധം വളർന്നു. മാവ് ഇത് വരുമ്പോൾ തെങ്ങാണ്. അത് പന്നി അടിച്ച് കളഞ്ഞത് പന്നി ഞാൻ പിഴുത് കളഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ വെച്ച ഒരു തെങ്ങാണിത്. ഇത് പോയില്ല, പന്നി പിടിച്ചില്ല. പിന്നെ ഇത് ഒരു മാവാണ്, ഒരു മാന്തയ്യാണിത്. കണ്ടോ, ഇതിൻ്റെയൊക്കെ പേരെനിക്ക് അറിയത്തില്ല. അതും ഇങ്ങനെ വളർന്നു തുടങ്ങി. ഇപ്രാവശ്യം ഞാൻ വന്ന് വളമൊക്കെ ഇട്ട് മഴയൊക്കെ അല്ലേ, അത് നല്ലപോലെ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒരു ഇനം മാവാണ്. ഇതും വടുതൈ മാവാണ്. പിന്നെ ഒരുപാട് ടീൻ്റെ തെങ്ങ് ഇന്നലെ ഞാൻ മേടിച്ച് വെച്ചതാണിത്. മഴയായതുകൊണ്ടൊരു കോട്ടവും പറ്റിയില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ഒരു ശാന്തതയായി നിറഞ്ഞൊരു പ്രദേശമാണ്. ആ കാണുന്ന എൻ്റെ അനിയൻ്റെ വീടാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തറവാട് വീട്. ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീടും. ഞാൻ 10-30 വർഷത്തോളം ഞാൻ ഇവിടെ തന്നെ താമസിച്ച്. അടുത്ത കാലത്താണ് ഞാൻ 10 വർഷമായുള്ള മാറിയിട്ട്. പക്ഷേ ഈ തറവാട് ഇപ്പോൾ എംറ്റി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് വാടകക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ മാറി. ഇനി വാടകയ്ക്ക് കൊടുക്കണം. പാർട്ടീഷൻ ചെയ്ത്
ഇത് പാർട്ടീഷൻ ചെയ്യാൻ ഇഷ്ടം പോലെ മുറിയുണ്ട്. പാർട്ടീഷൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഒരു വർഷം വാടകയ്ക്ക് കൊടുക്കുക, ഒരു വർഷം ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കണം. കാര്യം വല്ലപ്പോഴും ഇവിടെ വന്ന് കിടക്കണം, ആ ഓർമ്മകളൊക്കെ ഇറക്കി ഇവിടെ താമസിക്കണം, കിടക്കണം എന്നുള്ള ആഗ്രഹം. ഇതാണ് കേട്ടോ ഇവിടെ കനാലാണ് കേട്ടോ. മനോഹരമാണ് ഇവിടെ ഞങ്ങളുടെ നാട്. ഗ്രാമപ്രദേശമാണ്, അത്ര വലിയ ഗ്രാമമൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ള, ജംഗ്ഷനിലോട്ട് പോകാൻ 1 കിലോമീറ്റർ കണ്ടോ. ഇപ്പം എല്ലാം പുല്ലൊക്കെ പച്ച പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കനാലിൽ. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മഴ സീസണല്ലേ, എല്ലാം പുല്ലൊക്കെ വളർന്ന് പിടിച്ച്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതിലേം വന്ന് കയറാൻ വഴിയുണ്ട്, പക്ഷേ വണ്ടി കയറില്ല. ഇതിൽ ചെറിയ വഴിയാണ്, ബൈക്കുമൊക്കെ കയറിപ്പോവും. ഇതാണ് നല്ല കണ്ടല്ലോ. കനാലിൽ ഇപ്പം വെള്ളമില്ലായിരുന്നു, ഇപ്പം ഇന്നത്തെ മഴയത്ത് കയറിയ വെള്ളമാണിത് കണ്ടോ. നല്ല 2 സൈഡും പുല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് ചില സമയങ്ങളിൽ ഉണ്ടല്ലേ. ഞങ്ങളുടെ വാഴയാണ് നിൽക്കുന്നത്, ഇഷ്ടംപോലെ വാഴകൾ നട്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. റബ്ബറാണ് ഇവിടെ മെയിൻലി ഞങ്ങളുടെ ആഹാരം എന്ന് പറഞ്ഞാൽ റബ്ബറിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഒരു വഴി, ചെറിയ വഴി. ഇതിലെ വെള്ളം മേളിൽ കൂടെയാണ് ഞങ്ങളുടെ വഴി. അതിലെ അപ്പുറത്തോടാണ് വീട്ടിലോട്ട് വരുന്നത്. ഇതിലേയും വരാം, എല്ലാ സൈഡിൽ കൂടെ വരാം. ഇത് നടന്നു കയറാനുള്ള വഴിയാണ് കണ്ടല്ലേ. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുമായിരുന്നു, ആൾവാസം ഇല്ലാത്തതുകൊണ്ട് കാടായിരുന്നു. ഞാനെല്ലാം വെട്ടിത്തെളിച്ച് പിന്നെ എല്ലാം ശരിയാക്കി. ഇപ്പോൾ കുഴപ്പമില്ല, കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. എല്ലാ പണികളൊക്കെ നടക്കുവാണ് ഇവിടെ. വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞു, പെയിൻറ്റിങ്ങിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത് ഞാനിവിടെ കൂടിയാണ് പെയിൻറ്റ് ചെയ്തത്, ഞാനും വേറൊരാളും കൂടെ കൂടി. ആ പെയിൻറ്ററെ ഞാൻ പരിചയപ്പെടുത്താം. അവനിന്ന് വെറുതെ ഇങ്ങോട്ട് വന്നതാണ്, അപ്പോൾ അവനെ ഞാൻ പരിചയപ്പെടുത്താം. ഇവനാണ് വീട് പെയിൻറ്റ് ചെയ്തത് അല്ലേടാ? നിൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് മധുവാണ്. പെയിൻറ്റിങ്ങിൻ്റെ വല്ല പണി ഉണ്ടെന്നൊരു ഇവന് കൊടുക്കുക. ഇവനെ അടൂർ ഏരിയയിൽ എവിടെയായാലും. പറയടാ നിൻ്റെ നമ്പർ എന്ന് പറ. എൻ്റെ 96 56 59 44 28. ഒന്നുകൂടെ പറഞ്ഞേ. 96 56 59 44 28. ഈ നമ്പറിൽ അവനെ കോണ്ടാക്ട് ചെയ്യുക. പണിയുണ്ടെന്ന്. അതുപോലെ വെൽഡിങ്ങിൻ്റെ ഇത് വെൽഡിങ് ഗ്യാരണ്ടി ഞാൻ തരുവാണ്. കാര്യം ഞങ്ങൾ കുറേ പണി, ഞങ്ങളുടെ എല്ലാം പണി, കുടുംബ വീട്ടിലെ പണി, അനിയൻ്റെ പണി എല്ലാം ജയകുമാറാണ്. ജയകുമാറിനെ എനിക്ക് അടുത്ത വീടാണെങ്കിലും പരിചയമില്ല, ഞാനില്ലല്ലോ ഇവിടെ. 46 വർഷമായിട്ട് ഞാനിവിടെ ഇല്ല. അവർക്ക് എന്നെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയാം, പക്ഷേ എനിക്ക് അവരെയൊന്നും അറിയത്തില്ലായിരുന്നു. അവരുടെ അടുത്ത് തന്നെ നമുക്ക് വസ്തുവുണ്ട്, ഞാൻ അങ്ങോട്ടങ്ങ് പോകാറില്ലായിരുന്നു. ഇപ്പോഴാണ് അവിടെയൊക്കെ പോയി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നല്ല പരിചയമായി. അങ്ങനെ കണ്ടോ. ജയകുമാറെ നമ്പർ എന്ന് പറഞ്ഞവരെ. 965 55 88 269. നമ്മുടെ ഈ അടൂർ ഏരിയയിൽ എവിടെയായാലും അവർ വന്ന് പണിയെടുത്ത് തരുന്നത് നല്ല കൃത്യനിഷ്ഠയോടും സൂക്ഷ്മതയോടും നല്ല വൃത്തിയോടും കൂടി അവർ പണിയെടുത്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, ഞാൻ ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ എല്ലാ രാജ്യത്തുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ, നമ്മുടെ അടൂരുള്ള ഏരിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ട് ജയകുമാറിനെ വിളിക്കണം, അവനെ സപ്പോർട്ട് ചെയ്യണം. പണി അവനുണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്. എങ്കിൽ തന്നെ ആത്മാർത്ഥയോടുകൂടി വന്ന് പണി ഇട്ടിട്ടായാലും നമുക്കൊന്ന് അർജൻറ്റ് പറഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. ആണ് ഇതാണ് ഞങ്ങളുടെ സ്ഥലം. കണ്ടില്ലേ, റബ്ബർ ഷീറ്റ് അടിക്കാൻ നിങ്ങൾക്കെല്ലാം അറിയാം, സുപരിചിതമായിരിക്കും. റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് ഇത്. കണ്ടില്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നൊരു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒക്കെ വീണ്ടും കാണുന്നവരെ ബൈ.